നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ന്യൂസ് ഇന്ത്യയിലെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും പോയ സ്വർണ്ണപ്പാളിയുടെയൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. നിരവധി തരത്തിലുള്ള തട്ടിപ്പുകൾ 2018 ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് 2018 സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങളെ പൂർണ്ണമായും കബളിപ്പിച്ച ഒരു സർക്കാർ ഒരു സുപ്രഭാതത്തിൽ യുക്തിവാദങ്ങളും അതുപോലെ ചാർവാക സിദ്ധാന്തങ്ങളും ഒക്കെ വെടിഞ്ഞതിനു ശേഷം ഒരു ബൃഹസ്പതീയ തലത്തിലേക്ക് വരികയും ഇന്ദ്രൻ മുതൽ അയ്യപ്പൻ വരെയുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ന്യൂസ് ഇന്ത്യയിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും പോയ ആ സ്വർണ്ണപ്പാളി അത് തിരിച്ചു വയ്ക്കുവാനായിട്ട് പോവുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കള്ളത്തരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ന്യൂസ് ഇന്ത്യ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ഇപ്പം അത്യാവശ്യമായിട്ടൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഭക്തർ, നിങ്ങളുടെയൊക്കെ കരങ്ങൾ തന്നെയാണ്, ഞാനടക്കമുള്ളവരുടെയൊക്കെ കരങ്ങളാണ് ഏത് ക്ഷേത്രത്തിലായിരുന്നാലും ഏത് വിശ്വാസങ്ങളിലായിരുന്നാലും ഏത് സർക്കാർ ഭൂമിയിലേക്കായിരുന്നാലും ഏത് സർക്കാർ സ്ഥാപനത്തിലേക്കായിരുന്നാലും പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ 9 ഗ്രാം സ്വർണം ആണ് ഇവര് ഈ പാളി നിർമ്മിച്ച് വയ്ക്കുവാനായിട്ട് പോകുന്നത്. ഇതിൽ വലിയൊരു തമാശ, ഈ 9 ഗ്രാം വയ്ക്കുന്നതിൻ്റെ കാരണം 1 ഗ്രാം അല്ലെങ്കിൽ ഒരു 1.5 ഗ്രാം ഇവർ കൂട്ടിയായിരിക്കും വയ്ക്കുക എന്നുള്ളതാണ്. നാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ നോർമലി ഉള്ള ആധികാരികമായിട്ടുള്ള ഇപ്പോൾ കൂടുതലും സാറ്റലൈറ്റ് ചാനൽസ് ഒക്കെ ആയിട്ടുള്ള മീഡിയാസ് ഒക്കെ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നാളെ പറയും. ഈ 9 ഗ്രാം കൂട്ടി വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് സ്വയം ഈ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടിയിട്ട്, അതായത് സർക്കാർ നിരപരാധിയാണ്, സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റു വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം പവനും ഗ്രാമും ഒക്കെ കൂട്ടുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിൽ ഒരു വലിയ വിശ്വാസി സമുദായത്തിനെ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 1.5 കോടി രൂപയുടെ അരവണ ടിന്നുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് മണ്ഡലകാല സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം 3 കോടി രൂപ അരവണ ടിന്നുകളുടെ കോൺട്രാക്റ്റിൽ മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് വെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ന്യൂസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1-2 രൂപയല്ല, 3 കോടി രൂപ. ഈ 3 കോടി രൂപയുണ്ടെങ്കിൽ അവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്ക് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അവിടുത്തെ ഡൊമൈറ്ററികൾ നല്ല രീതിയിൽ അവർക്ക് വികസിപ്പിക്കാൻ സാധിക്കും. അവിടെയുള്ള ഹോസ്പിറ്റൽസിന്, അവിടെ ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഇന്നും ശബരിമല ക്ഷേത്രം ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കേരള സർക്കാർ അടക്കം പലപ്പോഴും ഊറ്റം കൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഇടങ്ങളിൽ വലിയ ഒരു ആശുപത്രി പണിയുവാനുള്ള ഒരു ബേസിക് എമൗണ്ട് തന്നെയാണ് ഈ 3.5 കോടി എന്ന് പറയുന്നത്. ഈ 3 കോടി രൂപയെ ഇവര് ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുപോലെ കഴിഞ്ഞ വർഷം ഒരു ബോട്ടിലിന് 6 രൂപ 87 പൈസ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വർഷം 8 രൂപ 87 പൈസയായിട്ട് അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 2% വർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ 2% വർധനവ് സംഭവിക്കേണ്ട സാഹചര്യം ഒന്നും തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവരിത് വർദ്ധിപ്പിച്ചു? ഈ വർദ്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പണം ഇവരെന്തിനു വിനിയോഗിക്കുന്നു? ഹൈക്കോടതി ഇങ്ങനെ ഒരു കേസ് മാറ്റി ഇടപെട്ട് ഹൈക്കോടതി ഇവരുടെ കള്ളത്തരം പൊളിച്ചുകൊണ്ട് മാത്രമാണ് നാളെ ഈ കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെമ്പ് പൂശിയ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും, വെറും ചെമ്പായിരിക്കും ഇവർ ചിലപ്പോൾ കൊണ്ടുവയ്ക്കുന്നത്. ഭക്തന്മാർ വന്ന് തൊഴാൻ നിൽക്കുന്ന ഭക്തന്മാർ ഭക്തിയോടുകൂടി തങ്കത്തിളക്കത്തോടുകൂടി നമ്മൾ കാണുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങൾ, ഒരു പാട്ട് തന്നെ ഉണ്ട്, പഴയ ഒരു പാട്ട് തന്നെ ഉണ്ട്, ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ തങ്ക സൂര്യോദയത്തിനെ കുറിച്ച് 2 രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മലയാള സാഹിത്യകാരന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തങ്കസൂര്യൻ ഉദ്ദേശിക്കുന്നത് ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാനെ തന്നെയാണ്, ആ തങ്ക വിഗ്രഹത്തിന്റെ ആ തിളക്കം തന്നെയാണ്. 2, ആത്മീയ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു നമ്മുടെ ഷഡാധാരത്തിൽ നിന്നും സഹസ്രാരത്തിൽ നിന്നും ഉദിച്ചു വരുന്ന ഒരു മഹാസത്യത്തെയാണ് അവരവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ തങ്കസൂര്യ വിഗ്രഹങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന, നാട്ടുകാരെ പറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ കൃത്യമായിട്ട് ഇവര് ഇതിനു വേണ്ടിയുള്ള കള്ളത്തരങ്ങൾ തീർച്ചയായിട്ടും
കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരെങ്കിലും ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും നിങ്ങൾ ഇടുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ അടുത്ത് സാധാരണ ഭക്തൻ എന്നുള്ള രീതിയിലോ അതിനേക്കാൾ ഉപരി ഒരു പൗരൻ എന്നുള്ള രീതിയിലോ വിവരാവകാശം ചോദിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിവരാവകാശം കൃത്യമായിട്ട് ചോദിക്കണം. നാളെ ഈ പാളികൾ സ്ഥാപിക്കുമ്പോൾ എത്ര ഗ്രാം സർക്കാർ എന്തുകൊണ്ട് ജനങ്ങളടുത്ത് പറയുന്നില്ല? ആ സർക്കാർ പറയാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരിക്കലും അതിനെ വിശ്വസിക്കുവാനായിട്ട് പോകരുത്. സ്വയമേ അവർക്ക് രക്ഷപ്പെടുവാനും രക്ഷപ്പെട്ടതിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലുമൊക്കെ 2-3 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു 4-5 സസ്പെൻഷൻസ് കൂടിപ്പോയാൽ സംഭവിക്കും. ഈ സസ്പെൻഷൻ സംഭവിച്ച ഒരു 3-4 മാസം കഴിയുമ്പോൾ ജനങ്ങൾ ഇത് മറക്കും. അതിനേക്കാൾ വിപുലമായിട്ടുള്ളൊരു കാര്യം ഇനി വരാൻ പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളെ മാത്രം പിന്നെ ജനങ്ങൾ ഫോക്കസ് ചെയ്യും എന്നുള്ള ഒറ്റ കാര്യം ബേസ് ചെയ്ത് ഇവരിപ്പോൾ ഇതൊരു കള്ളത്തരത്തിന്മേൽ ജനങ്ങളിലേക്ക് ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് തീർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പാളി എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശബരിമല ശാസ്താവിനെ പോലെയുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരുന്ന ഒരു വ്യക്തി, മലയരയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി, മലയരയ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചു വരുന്ന വ്യക്തി, എല്ലാം സമ്മതിക്കുന്നു. ആയിക്കോട്ടെ, ശരണം വിളി, ശരണം എന്നുള്ള വാക്ക് ബുദ്ധം ചരണം ഗച്ഛാമി എന്നുള്ള ബുദ്ധ സിദ്ധാന്തത്തിൽ നിന്ന് ഉണർന്നു വന്ന വാക്യമാണ്. ആയിക്കോട്ടെ, ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തുന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മലയരയ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട രാജകീയ കൗമാര പ്രായത്തിലുണ്ടായിരുന്ന ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന കൃത്യമായ പേര് പറയുന്നത് മണികണ്ഠൻ എന്നാണ്. ഇന്നും ലിഖിതങ്ങളിൽ മണികണ്ഠൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഈ മണികണ്ഠനെ കുറിച്ചിട്ട് ആരും അന്വേഷിക്കാനായിട്ട് പോയിട്ടില്ല. അയ്യപ്പൻ എത്രത്തോളം സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് അന്വേഷിക്കാനാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ CPM പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെന്ന് പറഞ്ഞ ഇതാണ്. എന്തൊക്കെ സ്വർണ്ണങ്ങൾ ഏതൊക്കെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ കിട്ടിയ ഒരു ഇൻഫർമേഷൻ, 10-36ഓളം ഏക്കറുകളാണ് തിരുവിതാംകൂർ രാജകുടുംബം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള വെള്ളായണി ക്ഷേത്രത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ വെള്ളായണി ക്ഷേത്രത്തിൽ ഏകദേശം 2 ഏക്കറിന് കുറഞ്ഞ വസ്തു മാത്രമേ കാണാനുള്ളൂ. ബാക്കി വസ്തുക്കളൊക്കെ എവിടെ പോയി? ഇത് ഏത് സർക്കാരാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് മാർവാനീസ് നഗർ, നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളുള്ള കോളേജുകളുള്ള മാർവാനീസ് നഗർ എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖല. ആ മേഖലയെ യാതൊരു തരത്തിൽ ഇവർ കൈകടത്താൻ പറ്റിയിട്ടില്ല. ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടില്ല. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങൾക്ക് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ അല്ലാത്ത സ്ഥാപനങ്ങളും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ സംസ്കാര സമ്പന്നമായ കേരളം എന്ന് പറയുന്നത്. ആ സംസ്കാര സമ്പന്നമായിട്ടുള്ള കേരളത്തിനെ സസ്യശ്യാമള കോമളം എന്നൊക്കെ പറഞ്ഞ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ നടത്തുന്ന ഈ കേരളത്തിന്റെ മനോഹാരിതയെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനമല്ലേ ഇവർ യഥാർത്ഥത്തിൽ കാണിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ശബരിമല ശാസ്ത്രം ആരെങ്കിലും നിർവഹിക്കാൻ പറ്റുന്നില്ല. സ്ത്രീ പ്രവേശന വിളംബരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകളെ കയറ്റിക്കൊള്ളൂ. ഭക്തരായിട്ടുള്ള ഒരു സ്ത്രീ കാര്യമില്ലല്ലോ, നിങ്ങൾ സ്ത്രീകളെ കയറ്റിക്കൊള്ളൂ. കയറ്റാൻ വേണ്ടി സമയമുണ്ട്. മണ്ഡലകാലത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയണം. അതിന് തന്ത്രവിധികൾ പഠിക്കണം. യജ്ഞപുരുഷനായിട്ടുള്ള ശാസ്താവിൽ നിന്നും ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു മഹാചൈതന്യത്തിനെ തൻ്റെ ഭൂമികയിലേക്ക് ഇറക്കി വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വയം ഈശ്വരീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, തെക്കൻ പ്രദേശങ്ങളിലെ മലനിരകളുടെ മുഴുവൻ അധിപനായിട്ടാണ് മലയരയ സമുദായം ഇപ്പോഴും ശബരിമല ശാസ്താവിനെ കാണുന്നത്, അയ്യപ്പനെ കാണുന്നത്. തെക്കൻ കേരളത്തിലെ മലവിഭാഗങ്ങളുടെ മുഴുവൻ അധിപനായിട്ട് കാണുകയാണ്. അത് ആലോചിച്ച് നോക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇന്നും ഈ മലയടിവാരത്തിൽ താമസിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ ഒരു ഭൂരിഭാഗം തെക്കൻ പ്രദേശത്തുള്ള ആൾക്കാരും. വടക്കൻ ജില്ലകളിലോട്ട് പോയാലും അങ്ങനെ തന്നെയാണ്. സഖ്യനും മറ്റ് മലനിരകളും ഒക്കെ ചേർന്നതാണല്ലോ കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ഈ മലനിരകളെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്താൻ ശക്തിയുള്ള ഒരു ചൈതന്യത്തിനെ പൂർവികർ ആരാധിച്ചിരുന്നു. അതിന്റെ ആ ആരാധനയെ, അതിന്റെ പവിത്രതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്
വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഈ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ. പിണറായി സർക്കാർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദീപസ്തംഭമാകുന്ന ഈ പ്രശ്നങ്ങളെ മുഴുവൻ പുകഴ്ത്തി പാടിക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുക. എന്തായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതുവരെ ഇവർക്ക് അയ്യപ്പ ഭക്തി വരാത്തത്? ചിന്തിക്കണമല്ലോ. നാളെ ഈ 9 ഗ്രാമം ഇവര് ചെയ്തു വെക്കുന്നു. 3 കോടി രൂപയുടെ അരവണ പാത്രം. നിങ്ങൾ ആലോചിച്ചു, അരവണ പാത്രം, അരവണ ബോട്ടിൽ. സാധാരണക്കാരനായിട്ടുള്ള ഭക്തന്മാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബോട്ടിൽ അരവണ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു അയൽപക്കത്തുള്ള പല ആൾക്കാരിലേക്കും അതിൻ്റെ അല്പാൽപ്പം കൊടുത്തു വിടുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന സോഷ്യലിസം, നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസം, അതിൻ്റെയൊക്കെ അന്നദാന മികവിൻ്റെ ഒരു ഉദാഹരണമാണ് ഡയറക്റ്റ് ഇൻഡയറക്ട്ലി അരവണ പ്രസാദ് എന്ന് പറയുന്നത്. അതിൽ വരെ കള്ളത്തരം കാണിച്ചിട്ട് പിന്നെയും പ്രത്യയശാസ്ത്രത്തിന്റെ മഹാതത്വങ്ങളെ കുറിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൽ വല്ല കാര്യവും ഉണ്ടോ എന്ന് പിണറായി സർക്കാർ ചിന്തിക്കണം. അതോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സാധാരണക്കാരും ചിന്തിക്കണം. ദിസ് ഇസ് എ ബ്രേക്കിംഗ് ന്യൂസ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർ മുഴുവൻ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വിവരാവകാശങ്ങൾ ചോദിച്ച് കൃത്യമായിട്ട് അതിന് നിലപാടെടുക്കണമെന്ന് ആണ് ന്യൂസ് ഇന്ത്യക്ക് പറയുവാനുള്ളത്. അല്ലെങ്കിൽ ന്യൂസ് ഇന്ത്യയോടൊപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിന്മേൽ നന്ദി, നമസ്കാരം.